ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ ശിശുക്കളുടെ അധരങ്ങൾ കൊണ്ട് നീ കോട്ട കെട്ടി. അതിൻ്റെ അടിക്കുറിപ്പായിട്ട് വ്യവസ്ഥ കൊടുത്തിട്ടുണ്ട്, സ്തുതി കോട്ട കെട്ടി സ്തുതി ഒരുക്കി. അപ്പോൾ ശത്രുക്കളെ നിശബ്ദരാക്കാൻ, പൈശാചിക സാന്നിധ്യങ്ങളെ നിശബ്ദരാക്കുന്ന, നിസ്സഹായരാക്കുന്ന, മാറ്റി പുറന്തള്ളുന്ന, കോട്ട കെട്ടുന്ന അനുഭവമാണ് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്നത്. സ്തുതിപ്പ് പ്രാർത്ഥനയുടെ കരുത്ത് നമ്മൾ വേണ്ടത്ര തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ കുർബാനയിലുമൊക്കെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഹല്ലേലൂയ 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 പാടിയിടുന്നേൻ, അങ്ങനെ പറഞ്ഞൊക്കെ ഒന്നായി ഉച്ചസ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കട്ടെ, ഇതെല്ലാം അവിടെ ഉണ്ട്. കുർബാനയ്ക്കിടയ്ക്ക് എത്ര പ്രാവശ്യമാണ് നമ്മൾ അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധന സമർപ്പിച്ച് കടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്തുതിക്കുന്നത്. നമ്മുടെ സീറോ മലബാർ കുർബാന ക്രമത്തിൽ ഒരു സാധാരണ ദിവസം ചൊല്ലുന്ന ഒറ്റ കുർബാനയുടെ ക്രമം എടുത്താൽ പോലും ഒരു 40-45 മിനിറ്റ് കൊണ്ട് ചൊല്ലുന്ന ഒറ്റ കുർബാനയിൽ